ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ. നമുക്ക് ബിരിയാണി പല രീതിയിൽ പല ടേസ്റ്റിൽ ഉണ്ടാക്കാം അല്ലേ. നമ്മൾ എവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചാലും നമുക്ക് വേറെ വേറെ ഫീലാണ് കിട്ടുക. അപ്പോൾ എവിടെ നിന്നൊക്കെ കഴിച്ചാലും ഏതെങ്കിലും ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് എപ്പോഴും നാവിൽ വരാറില്ലേ. അങ്ങനെ ഒരു ബിരിയാണിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് ലിജുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്യിൽ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് 3 അല്ലെങ്കിൽ 4 പഴുത്ത തക്കാളി നോക്കി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ വലുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഇവിടെ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, ബിരിയാണി മസാല, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില, അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു മസാലയുടെ പരിവായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ദം ചെയ്യാം കേട്ടോ. റൈസ് വേവിച്ച സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് സവാളയും ചേർത്ത് കൊടുത്ത് അല്പം നെയ്യും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് മാഗ്നേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി മസാലയും ഗരം മസാലയും ആ റൈസിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഈ ഒരു രീതി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ബിരിയാണി മസാലയും ഗരം മസാലയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക.